PV Anwar അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുകയാണ്. ബേപ്പൂരിൽ തന്നെ മത്സരിക്കുമെന്നുള്ള ചില കിംവദന്തികളുമുണ്ട്. അതെ, അപ്പോൾ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന് എതിരാളിയായി PV Anwar വന്നാൽ നിശ്ചയമായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഹോട്ട് സീറ്റായി ബേപ്പൂർ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞോ അൻവർ എന്നതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ സ്ഥിരം ഡയലോഗ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണോ MLA സ്ഥാനമൊക്കെ വലിച്ചെറിഞ്ഞ് CPM നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയത്, LDF നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ അതേ ആരോപണങ്ങളുമായി തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാവുകയാണ്. അതായത് പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരെയായിരിക്കും ഇത്തവണ തന്റെ മത്സരം എന്നുള്ള കാര്യം നയം വ്യക്തമാക്കി കഴിഞ്ഞു. ഒപ്പം BJPയുമായുള്ള ബന്ധമാണ് പിണറായിയുടെ ഏക പ്രതീക്ഷയെന്നും PV Anwar മീഡിയ വണ്ണിനോട്. എവിടെയും മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നെ സംബന്ധിച്ച് ഈ പിണറായിസത്തിനെതിരെ സംസാരിച്ച് ആ മുന്നണി വിട്ട് പുറത്തു വന്നു, ഞാൻ രാജിവെച്ചു. അന്ന് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ട്. അതിപ്പോഴും തുടരുന്നു. CPM സംബന്ധിച്ച് 19 വർഷമായിട്ട് അവരുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലമാണ്. മന്ത്രി എന്ന നിലക്ക് ആ മണ്ഡലത്തെ നിലനിർത്താനുള്ള പല ജിമ്മിക്കും യാഥാർത്ഥ്യമായി ഉള്ളിൽ തട്ടിയെടുത്തല്ലെങ്കിൽ പോലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ എന്താ പറയുക, ഒന്ന് അനലൈസ് ചെയ്യുക മണ്ഡലത്തെ. ആ ഉദ്ദേശത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട പലരെയും കണ്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പിണറായി പ്രതീക്ഷ അർപ്പിക്കുന്ന ഏക മേഖല അതാണ്. അത്തരത്തിലുള്ള ഒരു വോട്ട് മാനിപ്പുലേഷനാണ്. പക്ഷേ BJPയുടെ പ്രവർത്തകർ പോലും അതിന് ഒന്നും കൊടുക്കുന്നൊരു അഭിപ്രായം എനിക്കില്ല. പിണറായിസത്തിനോടുള്ള വിരുദ്ധതയുടെ ചെറിയൊരു പ്രതിഫലനം മാത്രമേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അത് തീർത്തും പ്രാദേശികമാണ് പല ഘട്ടങ്ങളിലും. പക്ഷേ രാഷ്ട്രീയമായിട്ട് പിണറായിസം അവസാനിക്കാൻ, കുടുംബാധിപത്യം അവസാനിക്കാൻ, മരുമോനിസം അവസാനിക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് നിയമസഭയാണ്. അതിൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണിലുള്ള ചേഞ്ച് ഉണ്ടാകും. വലിയ ശക്തമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. അപ്പോൾ മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, അപ്പോൾ PV Anwar ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. പല മണ്ഡലങ്ങളും അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ബേപ്പൂരിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ, പിണറായിസം എന്ന ടേം അൻവർ പൊളിറ്റിക്കൽ കേരളത്തിന് സംഭാവന ചെയ്തതാണ്, അതിനെതിരെയുള്ള ഒരു പോരാട്ടമായിരിക്കുമെന്ന് വ്യക്തമാക്കിയപ്പോൾ അതിന് ബേപ്പൂരിൽ ഒരു കളം ഒരുക്കുന്നുണ്ടോ UDF അൻവറിനായി? UDF ഔദ്യോഗികമായ തീരുമാനമായില്ലെങ്കിൽ പോലും നേതാക്കളെല്ലാം പറയുന്ന കാര്യം PV Anwar ബേപ്പൂരിൽ തന്നെ മത്സരിക്കുമെന്ന് തന്നെയാണ്. ആ രീതിയിലുള്ള ധാരണ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബേപ്പൂരിൽ ഇറങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെ കാണുന്ന അടക്കമുള്ള നടപടികളിലേക്ക് PV Anwar പോകുന്നത്. ഇന്നിപ്പോൾ നമ്മോട് സംസാരിക്കുമ്പോൾ PV Anwar പറയുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സർക്കാരിനെതിരായ പിണറായിസത്തിനെതിരായ ശക്തമായ തേരോട്ടം അല്ലെങ്കിൽ ശക്തമായ ഒരു വിമർശനവും മറുപടിയൊക്കെ മറ്റ് മണ്ഡലങ്ങളെ പോലെ തന്നെ ബേപ്പൂരും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ബേപ്പൂരിനെ കുറിച്ച് സ്പെഷ്യലായിട്ട് പറയുമ്പോൾ അത് മരുമോനിസം എന്നൊരു വാക്കാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. അതായത് പാർട്ടിക്കകത്ത് പിണറായിയും അതുപോലെ തന്നെ റിയാസും ചേർന്ന് കുടുംബാധിപത്യം നടപ്പിലാക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഓരോന്നായിട്ട് എടുത്ത് പറയുന്നുണ്ട്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ജില്ലാ കമ്മിറ്റികളുടെ നിയന്ത്രണം വരെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് അത് പോകുന്നു. അതിനെതിരായ ശക്തമായ വികാരം പാർട്ടിക്കകത്തുണ്ട്. അതുകൂടി പ്രതിഫലിക്കുന്ന ഒരു മണ്ഡലമായി മാറും. അങ്ങനെയാണ് മരുമോനിസവും പിണറായിസവും രണ്ടും പ്രതിഫലിക്കുന്ന, രണ്ടിനും തിരിച്ചടി ഉണ്ടാവുന്ന ഒരു സ്ഥലമായി മാറും എന്നുള്ളതാണ്. അതായത് UDF തന്നെ കരുതുന്ന കാര്യം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിനെതിരായ ജനവികാരം ഉണ്ടാവുകയാണെങ്കിൽ അത് ആദ്യമായി പ്രതിഫലിക്കാൻ കഴിയുന്നൊരു മണ്ഡലം എന്ന് പറയുന്നത്, പ്രധാനമായും പ്രതിഫലിക്കുന്ന മണ്ഡലം ബേപ്പൂരായിരിക്കും. അത് കൃത്യമായി തന്നെ മുതലെടുക്കാൻ നേരത്തെ തന്നെ പിണറായിക്കെതിരായ ഒരു ഫൈറ്റ് എന്ന രീതിയിൽ LDF നിന്ന് പുറത്തു വന്ന് പ്രവർത്തിക്കുന്ന PV Anwar സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി മുതലെടുക്കാൻ, അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ് PV Anwar. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ഫൈറ്റ് CPM-നകത്ത് ഇക്കാര്യത്തിൽ മുഹമ്മദ് റിയാസിനുണ്ടാക്കാൻ സാധ്യതയുള്ള എതിർപ്പുകളെ കൂടി മുതലെടുക്കാനും, ആ അർത്ഥത്തിൽ നേരത്തെ LDF-മായി ബന്ധമുള്ളൊരു ആളെന്ന നിലയിൽ അതുകൂടി മുതലെടുക്കാനും അത് വോട്ടാക്കി മാറ്റാനും കഴിയുന്ന ഒരു നേതാവാണ് PV Anwar. അങ്ങനെ ആ അർത്ഥത്തിൽ സർക്കാരിനെതിരായും അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ള അസംതൃപ്തിയും രണ്ടും മുതലെടുത്ത് ഒരു വിജയം അവിടെ നേടാൻ കഴിയും. മാത്രമല്ല സംസ്ഥാനത്തുടനീളം ശ്രദ്ധേയമായൊരു മത്സരമായി മാറുകയും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. UDF-ന്റെ നിലവിലെ കണക്ക്, കഴിഞ്ഞ നിയമസഭാ കണക്കുകൾ LDF-ന് വലിയ മേൽക്കോയ്മ നൽകുന്നതാണ്. 28,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും അതല്ല പിന്നെയുള്ള തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ 2,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് LDF-ഉം UDF-ഉം തമ്മിൽ എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അത് PV Anwarന്റെ സ്ഥാനാർത്ഥിത്വം കൂടി ആകുമ്പോൾ എന്തായാലും ബേപ്പൂരിൽ ഒരു കൃത്യമായ വിജയം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് UDF-നുള്ളത്. ആ അർത്ഥത്തിൽ PV Anwarനെ നിയോഗിക്കാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. PV Anwar അതനുസരിച്ച് അത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും PV Anwaറും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് ചിത്രം കാണാൻ കഴിയുന്നത്.